തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ്, അതിൻ്റെയൊക്കെ തിരക്കിലാണ് മലയാളികൾ ഉള്ളത്. ഓണച്ചന്തകളിലൊക്കെ തിരക്ക് ഉണ്ട്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, ഈ നാളെയാണ് തിരുവോണം. എന്തായാലും അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സാരംഗടക്കം പറഞ്ഞിരുന്നു ഈ ചന്തകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തിരക്ക് ഏറുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ ആറി ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയറിലാണ്. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്താണ് ജില്ലാ ഓണം ഫെയർ നടക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, നിരവധി സാധനങ്ങൾ ഈ സപ്ലൈകോ ഓണം ഫെയറുകളിലുണ്ട്. ഇന്ന് അവസാന ദിവസമാണ്, ഈ സപ്ലൈകോ ഓണം ഫെയറിൻ്റെ അവസാന ദിവസമാണ്. എങ്കിലും സാധനങ്ങളൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഓണം ഫെയറിൻ്റെ പ്രത്യേകതയായി നമുക്ക് കണ്ടത്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ചൂട് കുറഞ്ഞ് ഈ വെയിലൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് ഈ സപ്ലൈകോയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെയും ഈ ഫെയറുകളിലേക്ക് സാധനം വാങ്ങാൻ, അവസാനവട്ട ഒരുക്കത്തിലേക്ക് ആളുകൾ ഈ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത്തരത്തിൽ എണ്ണ സുലഭമായി, ശബരിയുടെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ സുലഭമായി തന്നെ ഈ മേളയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഇത്തവണത്തെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വെളിച്ചെണ്ണ അത് സബ്സിഡി വിലയിൽ വില കുറച്ച ആളുകൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് സപ്ലൈകോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പൊതുവിപണിയിലടക്കം ഇത്തരത്തിൽ സാധനങ്ങളുടെ വില കുറയുന്നതിന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വെളിച്ചെണ്ണ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഇത്തരത്തിൽ പൊതുവിപണിയിൽ വില കുറച്ച് ലഭ്യമാക്കാൻ, ആളുകൾക്ക് ലഭ്യമാക്കാൻ ഇത്തരത്തിലുള്ള ഫെയറുകളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാവും, ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെയും ഈ ഓണത്തിൻ്റെ സദ്യ ഒരുക്കുന്നതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇത്തരത്തിൽ വിവിധ ആളുകൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഈ ഓണം ഫെയറുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ തന്നെയും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സബ്സിഡി ഇനത്തിൽ 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ ഇന്ന് ഉത്രാട ദിനത്തിൽ സപ്ലൈകോ നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് സബ്സിഡി ഇതര സാധനങ്ങൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട സബ്സിഡി ഇതര സാധനങ്ങൾക്ക് 10% വില കുറവിലാണ് സപ്ലൈകോ ഇന്ന് ഓണച്ചന്തകളിൽ, ഈ ഓണം ഫെയറുകളിൽ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ വിവിധ ഓഫറുകളും ഈ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലുണ്ട്. ഇത്തരത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഹാപ്പി അവർ എന്ന പേരിൽ ഇത്തരത്തിൽ വലിയ വിലക്കുറവ് നൽകുന്നുണ്ട് സപ്ലൈകോ. അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾ സമൃദ്ധമായി ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചത്. ഇന്നതിൻ്റെ അവസാന ദിവസമാണ്. ഇത്തരത്തിൽ അവസാന ദിവസത്തിലും വലിയ തോതിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് ഈ സപ്ലൈകോ ഓണം ഫെയറുകളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഈ ഓണം ഫെയറുകളിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അത്തരത്തിൽ ഒരു തിരക്കേറി വരുന്ന സമയമാണ്, ഉച്ച കഴിഞ്ഞ് തിരക്കേറി വരുന്ന സമയമാണ്. കൈരളി എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ് ഓണം? അടിപൊളിയാണ്. സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി. അടിപൊളി. അപ്പൊ ഹാപ്പിയാണോ? അങ്ങനെയാണ് ഭദ്ര. ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെയും സന്തോഷത്തോടെ ഈ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സന്തോഷത്തോടെ സമൃദ്ധമായി തന്നെ ഈ ഓണം ആഘോഷിക്കുന്നുണ്ട് ആളുകൾ എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇത്തരത്തിൽ വിവിധ ഭാഗത്തു നിന്ന്, തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന ആളുകൾ ഈ ഓണം ഫെയറുകൾ, നമുക്ക് ഈ ബില്ലടിക്കാൻ നിൽക്കുന്ന തിരക്കാണ് ഈ കാണുന്നത്. ചേച്ചി എവിടുന്നാ? എങ്ങനെയുണ്ട് ഓണം? കുഴപ്പമില്ല. അടിപൊളി. സദ്യ ഒന്നും ഒരുക്കുന്നില്ലേ? ഒരുക്കുന്നുണ്ടോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങളും കിട്ടിയോ? കിട്ടി. അങ്ങനെ ചേച്ചിമാരൊക്കെ തന്നെയും നാളത്തെ ഈ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ്. അത് ഈ സദ്യ ഒരുക്കുന്നതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഈ ആളുകളൊക്കെ തന്നെയും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുന്ന തിരക്ക് തന്നെയാണ് ഇവിടെ ഈ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ. ചേച്ചി എവിടുന്നാ? പ്രാവശ്യമല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. എന്തൊക്കെ വാങ്ങി? ഒന്നും വാങ്ങിച്ചില്ല, എണ്ണയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. എണ്ണയൊക്കെ വാങ്ങി വെക്കുന്നു. എണ്ണയ്ക്കൊക്കെ വലിയ വില കുറവുണ്ട്. അപ്പോൾ ഓണം ആഘോഷിക്കുകയാണ്. എന്തായാലും ഹാപ്പി ഓണം. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകളൊക്കെ
തന്നെയും ഈ ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇന്ന് ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിൽ അത് തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ വൈകിട്ടാണ് ഈ ഉത്രാടപ്പാച്ചിലിന്റെ ആ പീക്ക് സമയം എന്ന് പറയുന്നത്. അതൊരു 5 മണി 6 മണിയോട് കൂടിയാണ് ഈ ഉത്രാടപ്പാച്ചിലിന്റെ പീക്ക് സമയം എന്ന് പറയുന്ന ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന പീക്കിലേക്ക് ആളുകളൊക്കെ തന്നെയും എത്തുക. കാരണം ഈ ഉത്രാടം അവസാനിച്ച് തിരുവോണം തുടങ്ങുന്ന നാളിൽ ഇത്തരത്തിൽ അത്തമൊരുക്കി ആ അത്തമൊരുക്കിയതിന് ശേഷം പൂക്കളമിട്ട ശേഷം അതിൻ്റെ അവസാനം, ഓണത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് അത് എന്നും സദ്യ തന്നെയാണ്. ഇത്തരത്തിൽ ആ സദ്യ ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ്. ശരി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്. സപ്ലൈകോയിൽ നിന്നാണ് സുലേഖ ചേർന്നത്. എന്തായാലും സുലേഖ പറഞ്ഞതുപോലെ തന്നെ ചൂട് ആറുകയാണ്, അതിനനുസരിച്ച് തിരക്കേറുന്നുമുണ്ട്.